ദൈവനാമത്തിന് എപ്പോഴും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒരു ദിവസം കൂടി നമുക്ക് തരികയും ആ ദിവസത്തിൽ നമ്മളോട് കൂടെ ആയിരിക്കുവാൻ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഈ നിമിഷം, തിരുവചനത്തിലൂടെ നമ്മുടെ ദിവസം തുടങ്ങുന്നതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം എസെക്കിയേൽ ദീർഘദർശിയുടെ പുസ്തകം 3-ാം അധ്യായം 3-ാം തിരുവചനം. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ച് വയറ് നിറയ്ക്കുക. ഞാൻ അത് ഭക്ഷിച്ചു, എൻ്റെ വായിൽ അത് തേൻ പോലെ മധുരിച്ചു. ദൈവവചനം അടങ്ങിയ ചുരുൾ എസെക്കിയേൽ ദീർഘദർശിക്ക് കർത്താവ് കൊടുത്തിട്ട്, കർത്താവ് എസെക്കിയേലിനോട് പറയുകയാണ്, നീ ദൈവവചനത്തിൻ്റെ ചുരുൾ ഭക്ഷിക്കുക. നിന്റെ ബാഹ്യമായ ആന്തരികമായ എല്ലാ ആവശ്യങ്ങളും ഈ ചുരുളിൻ്റെ അകത്ത് നിറവേറ്റിത്തരുന്നു. അത് ഭക്ഷിച്ച എസെക്കിയേൽ ദീർഘദർശിക്ക് മനസ്സിലായി, ദൈവവചനം മാധുര്യമുള്ളതാണ്. ആ വചനം സത്യമുള്ളതാണെന്ന് മനസ്സിലായി. ആ വചനത്തെ മുൻനിർത്തിക്കൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദീർഘദർശിക്ക് കരുത്തും തുണയുമായി ആ ദൈവവചനങ്ങൾ മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് മനസ്സിലാക്കുക. ദൈവം തന്നെ നമ്മുടെ കൂടെ നടക്കുന്ന, ദൈവവചനത്താൽ നമ്മളെ ശക്തരാക്കുന്ന, ദൈവവചനം ശ്രവിക്കുവാൻ നമ്മൾക്കെപ്പോഴും അവസരം തരുന്ന ആ ദൈവത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ ദൈവവചനം മാനസികമായും ശാരീരികമായും നമ്മൾ ഭക്ഷിച്ച് അതിനെ ധ്യാനിച്ച് ആ ദൈവവചനത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓരോ ദിവസവും മധുരമുള്ളതായി മാറും. പ്രിയ സഹോദരി സഹോദരങ്ങളെ, പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് നിങ്ങൾക്കുണ്ടാകട്ടെ. ദൈവാനുഗ്രഹത്തിൻ്റെ, ദൈവവചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ നിറയട്ടെ. ആ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ ഓരോ ദിവസവും ഓരോ സെക്കൻഡുകളും നിങ്ങൾക്ക് ആനന്ദകരമായി മാറട്ടെ. നിങ്ങളെ അലട്ടുന്ന എല്ലാ കഷ്ടതകളും ദുരിതങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗാവസ്ഥകളും എല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളിൽ നിന്നും ഇന്നത്തെ ദിവസം മരണം വരെ അത് നിങ്ങളിൽ നിന്നും വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.